നമസ്കാരം മൈ ഡിയർ വ്യൂവേഴ്സ്, ഹാർ വ്ലോഗ്സിന്റെ പുതിയൊരു ടോപ്പിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ്. GSTയിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള എല്ലാ ടാക്സ് പേയേഴ്സിനും GST ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഏതൊരു ബിസിനസ്സുകാരന്റെയും ടേൺ ഓവർ ത്രഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്യുവാണെങ്കിൽ നിർബന്ധമായിട്ടും അയാൾ GSTയിലെ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. GST രജിസ്ട്രേഷന് വേണ്ടി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ GST ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോമാണ് GST REG 06. GST REG 06 എന്ന് പറയുന്ന GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് GSTയുടെ പോർട്ടലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാതെ ഒരു സർക്കാർ ഓഫീസിൽ നിന്നും ഒരു ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് GST രജിസ്ട്രേഷനിൽ നിന്ന് കിട്ടുന്നതല്ല. ഇനി GSTയുടെ പരിധിയിൽ വരുന്ന ടാക്സ് പേയേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. GSTയുടെ കീഴിൽ വരുന്ന റെഗുലർ ഡീലേഴ്സ്, പിന്നെയുള്ളത് TDS അല്ലെങ്കിൽ TCS ആപ്ലിക്കൻസ്. അടുത്തത് CGST ആക്ട് സെക്ഷൻ 25 സബ്സെക്ഷൻ 9 പ്രകാരം യുണിക് ഐഡൻറ്റിറ്റി നമ്പർ ലഭിക്കാൻ ബാധ്യതയുള്ളവർ, അതായത് ഈ UN ബോഡീസ്, എംബസീസ്, WHO അതൊക്കെയാണ്. പിന്നെ ഒരു കാറ്റഗറി വരുന്നത് OIDAR, അതായത് ഓൺലൈൻ ഇൻഫർമേഷൻ ഡാറ്റാബേസ് ആക്സസ് ആൻഡ് റിട്രീവൽ സർവീസസ്. ഇതൊരു സർവീസ് കാറ്റഗറിയാണ് OIDAR എന്ന് പറയുന്നത്. അതായത് ഒരാൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതും മറ്റൊരാൾ സർവീസ് സ്വീകരിക്കുന്നതും ത്രൂ ഓൺലൈനിലൂടെ ആയിരിക്കും. ഇങ്ങനെ OIDAR സേവനങ്ങൾ നൽകുന്ന പ്രവാസികൾ ഈ കാറ്റഗറിയിൽ വരുന്നുണ്ട്. പിന്നെയുള്ളത് ടാക്സ് പേയേഴ്സ് ഹൂ മൈഗ്രേറ്റഡ് ഫ്രം ദി പ്രീ GST ലോ, അതായത് GST നിലവിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ടാക്സ് പേയേഴ്സ്. ഇത്രയും പേരാണ് GSTയുടെ പരിധിയിൽ വരുന്ന ടാക്സ് പേയേഴ്സ്. ഇനി GST രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരു ടാക്സ് പേയറുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എവിടെയൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് കൂടി നോക്കാം. ഇതേക്കുറിച്ച് 2017 CGST ആക്ടിൽ റൂൾ 18 വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. CGST ആക്ട് പ്രകാരം ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ നെയിം ബോർഡിൽ അയാളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പരും അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിലെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പരും പ്രദർശിപ്പിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ്. GST രജിസ്ട്രേഷൻ എടുത്ത ഓരോ വ്യക്തിയും അയാളുടെ ബിസിനസ്സിൻ്റെ പ്രിൻസിപ്പൽ പ്ലേസിൽ തന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിച്ചിരിക്കണം. ഇനി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ GST രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിക്കാതിരുന്നാൽ 25,000 രൂപ വരെ നമ്മൾ പിഴ അടക്കേണ്ടതായിട്ട് വരും. ഒരു നോർമൽ ടാക്സ് പേയറിനെ സംബന്ധിച്ചിടത്തോളം ഈ GST സർട്ടിഫിക്കറ്റിന് അങ്ങനെ ഒരു എക്സ്പയറി ഡേറ്റ് ഒന്നുമില്ല. നമ്മൾ നേരിട്ട് സറണ്ടർ ആക്കുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യുമ്പോഴല്ലാതെ ഈ GST രജിസ്ട്രേഷൻ ക്യാൻസലായി പോവുകയുമില്ല. എന്നാൽ ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൻ്റെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ അയാളുടെ രജിസ്ട്രേഷന് മാക്സിമം ഒരു 90 ദിവസം വരെ വാലിഡിറ്റി ഉള്ളൂ. ഈ ഒരു പീരീഡ് കഴിഞ്ഞാൽ അയാളുടെ രജിസ്ട്രേഷൻ ഇൻവാലിഡായി പോകുന്നതുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ GST രജിസ്ട്രേഷൻ എടുക്കുന്നത് ഒരു നിശ്ചിത കാലത്തേക്ക് വേണ്ടി മാത്രമാണ്. ആ ഒരു സമയം കഴിഞ്ഞാൽ അത് ഇൻവാലിഡായി പോകും. പിന്നെ ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അയാൾക്കത് റിന്യൂ ചെയ്യുകയോ എക്സ്റ്റെൻഡ് ചെയ്യുകയോ ചെയ്യാമെന്നുള്ളത് മാത്രമാണ്. GST അതോറിറ്റീസ് ടാക്സ് പേയേഴ്സിന് നൽകുന്ന ഒരു ഫെസിലിറ്റി കൂടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സമയത്ത് GST രജിസ്ട്രേഷനുമായി സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അമെൻഡ്മെൻ്റ് ഉണ്ടായാൽ ടാക്സ് പേയർക്ക് അയാളുടെ GST പോർട്ടലിൽ നിന്നും അയാളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അമെൻഡ് ചെയ്ത രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി സൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത് ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും അതിനോടൊപ്പം തന്നെ 2 A എന്നും B എന്നും പറഞ്ഞ് 2 അനക്ഷേഴ്സും കൂടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒപ്പം ഉണ്ടാകുന്നതാണ്. ആദ്യം നമുക്ക് സർട്ടിഫിക്കറ്റിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. GST IN നമ്പർ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, പിന്നെ ബിസിനസ്സിൻ്റെ ട്രേഡ് നെയിം, പിന്നെ ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുന്നത് ടൈപ്പ് ഓഫ് ബിസിനസ്, അതായത് പാർട്ട്ണർഷിപ്പ് ഫേം ആണോ, പ്രൊപ്രൈറ്റർഷിപ്പ് ആണോ, ട്രസ്റ്റ് ആണോ, കമ്പനി ആണോ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുന്നത് അഡ്രസ് ഓഫ് ദി പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ പ്രധാന സ്ഥലം എവിടെയാണോ അവിടുത്തെ അഡ്രസ്സ്. പിന്നെ ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുന്നത് ഡേറ്റ് ഓഫ് ലയബിലിറ്റി, എന്ന് വെച്ചാൽ എന്ന് മുതലാണോ നമ്മൾ GST രജിസ്റ്റേർഡ് പേഴ്സൺ ആയത് ആ ഡേറ്റ് ആണ്. പിന്നെ ഉള്ളത് വാലിഡിറ്റി ഡേറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു നോർമൽ ടാക്സബിൾ പേഴ്സൻ്റെ രജിസ്ട്രേഷന് എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നുള്ള കാര്യം. അവരുടെ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ വാലിഡിറ്റി പീരീഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും.
പിന്നെയുള്ളത് ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ ആണ്. ഏത് ടൈപ്പ് രജിസ്ട്രേഷൻ ആണ് എടുത്തിരിക്കുന്നത്? നോർമൽ ടാക്സബിൾ പേഴ്സൺ ആണോ, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ ആണോ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണോ, അങ്ങനെയുള്ള ഏത് ടൈപ്പ് രജിസ്ട്രേഷൻ ആണ് എടുത്തിട്ടുള്ളതെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ കാണാവുന്ന മറ്റൊരു കാര്യമാണ് പർട്ടിക്കുലേഴ്സ് ഓഫ് ദി അപ്രൂവിങ് അതോറിറ്റി. ഏത് അതോറിറ്റിയാണ് GST രജിസ്ട്രേഷൻ അപ്രൂവ് ചെയ്തത്, അവരുടെ പേര്, ഡെസിഗ്നേഷൻ, ജൂറിസ്ഡിക്ഷണൽ ഓഫീസ്, അവരുടെ സിഗ്നേച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കറ്റിൽ കാണാൻ കഴിയും. ഇനി സർട്ടിഫിക്കറ്റിൻ്റെ കൂടെയുള്ള അനക്ഷർ എയിലേക്ക് വന്നാൽ നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡീഷണൽ പ്ലേസസ് ഏതൊക്കെയാണ് എന്നുള്ള ലിസ്റ്റാണ് അനക്ഷർ എയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുന്നത്. ഇനി അനക്ഷർ ബിയിലെ കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടാക്സബിൾ പേഴ്സൻ്റെ പേര്, അയാളുടെ ഡെസിഗ്നേഷൻ, താമസിക്കുന്ന സ്റ്റേറ്റ്, ഫോട്ടോ എന്നിവയ്ക്കൊപ്പം ബിസിനസ്സിലെ ചുമതലയുള്ള വ്യക്തികളുടെ പട്ടികയും കൂടെ അനക്ഷർ ബിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് GSTയുടെ പോർട്ടലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്ന് കൂടി പറയാം. ആദ്യം GSTയുടെ പോർട്ടൽ ലോഗിൻ ചെയ്യുക. അവിടെ മുകൾ ഭാഗത്തായിട്ട് സർവീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂസേഴ്സ് സർവീസസ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ കാണാം. ആ യൂസേഴ്സ് സർവീസസിൽ വ്യൂ ഓർ ഡൗൺലോഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം.